ജിത്തു ജോസഫിന്റെ വലതുവശത്തെ കള്ളൻ ഇങ്ങനെ എക്സ്പോസ്ഡായി ലെജൻഡറി ഡയറക്ടേഴ്സിനൊപ്പമൊക്കെ പേര് ചേർത്തിരുന്ന കാലം പോയി. നമ്മുടെ ജോജുവും ബിജുമേനോനും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു പടമാവും എന്നൊരു പ്രതീക്ഷയിലാണല്ലോ തിയേറ്ററിൽ കയറുന്നത്. അങ്ങനെ പടം തുടങ്ങി. ഒരു കറപ്റ്റഡ് ഓഫീസർ, 2 പെൺകുട്ടികളുടെ തിരോധാനം, കൊലപാതകം, പ്രതികാരത്തിനായി എത്തുന്ന ജീനിയസും അത്ര നിസ്സാരക്കാരനുമല്ലാത്ത പെൺകുട്ടിയുടെ ഫാദർ. ഇവിടം വരെ, അതായത് ഇന്റർവെൽ വരെ ശരാശരി ഒരു നിലവാരം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പടത്തിന്റെ പോക്ക് ചുമ്മാ ട്വിസ്റ്റാണ്. തുരുതുര അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് ഏത്, എന്ത്, ഇനി അന്വേഷിക്കേണ്ടത് എന്ത്, ആര്, എന്ത്, എങ്ങനെ, ഇതൊക്കെ ഓർത്ത് ആദ്യ പിടിക്കുന്നതിന് പകരം ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുന്നു. ആവുന്നുണ്ടോ? അതുമില്ല. ലോജിക്ക്, കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്, ഇമോഷണൽ കണക്ഷൻ, ഇതൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പോയിന്റിലേക്ക് എത്തിക്കാൻ പെടാപ്പാട് പെടുകയാണ് സംവിധായകൻ. ഇതിനിടയ്ക്ക് വളരെ മെനകെട്ട ആക്ടിങ്സ് ഉണ്ട് കുറേ. ബിജു മേനോൻ്റെ മകനായി ഒരുത്തനുണ്ട്, എന്താണോ കാണിക്കുന്നത്. ലിയോണ ലിഷോയി അഭിനയിച്ചൊരു പോലീസ് ഓഫീസർ, നല്ല ദുരന്തം പെർഫോമൻസ്, ഒരുമാതിരി എന്താ പറയുക, സീരിയൽ നിലവാരത്തിൽ എന്തൊക്കെ കാണിക്കുന്നു. ഈ സിനിമയിലൊരു സീനാണ്, ഒരുത്തന്നെ ശവപ്പെട്ടിയിൽ അടച്ചിട്ട് അവനെ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ അവനെ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾ ശ്വാസം താഴെ കൂടി വിടരുത്, മുകളിൽ കൂടി വിടണം. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. സിറ്റുവേഷൻ നോക്കണം. പിന്നെയുള്ള ഒരു കാര്യം, ചില ക്യാരക്ടേഴ്സിനെ ആരൊക്കെയാണ് എന്ന് പ്രേക്ഷകന് ശരിക്കും മനസ്സിലാവുകൂടിയില്ല. 2 കൊലപാതകികൾ, 2 മരിച്ച കുട്ടികൾ, ഇവരുടെ പേര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ജിത്തു സാറ് കോപ്പി അടിച്ചും പിടിച്ചും ദുരന്തം പടം പിടിച്ചും ഒരുപാട് എക്സ്പോസ്ഡ് ആയതാണ്. ദൃശ്യമുള്ളതുകൊണ്ട് ഇപ്പോഴും പിടിച്ചു വയ്ക്കുന്നു. ടെസ്റ്റ് ചേർത്ത് എന്താ ഉണ്ടാക്കിയേക്കുന്നതെന്ന് അങ്ങേർക്ക് തന്നെ മറന്നുപോയ അവസ്ഥയാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞ ഈ സിനിമ. ദൃശ്യത്തിൻ്റെ പകുതി നിലവാരം പോലും 2ാം ഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് അതൊക്കെ എല്ലാവരും വിഴുങ്ങിയങ്ങ് വിട്ടു. ഇനി 3 ആയി വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ടിസ്റ്റു ജോസഫ്